അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് മുമ്പത്തെ ഒരു കാര്യം പറഞ്ഞത്, ഷിഹാബ് കാൽനടയായിട്ട് യാത്ര ചെയ്ത് നമ്മളെല്ലാവരും കണ്ടാൽ നമ്മൾ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ അകമ്പടിയോടുകൂടി ഷിഹാബ് ചോറ്റൂർ ഹജ്ജിന് മക്ക വരെ യാത്ര നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രയാസം കൊണ്ട് നമ്മുടെ പാകിസ്ഥാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഇറാനിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാം തന്നെ ഷിഹാബ് യാത്ര നടന്ന് തന്നെയാണ് പോയത്. വളരെ എന്താ പറയുക, നമ്മൾ വളരെയധികം വിജയത്തോടു കൂടി ഷിഹാബ് അത് ഫിനിഷ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഹജ്ജ് ചെയ്ത് ഷിഹാബ് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഈ വ്യക്തിയെക്കുറിച്ച് പറയാം. ഇദ്ദേഹത്തിൻ്റെ പേര് ഇർഷാദ് പരപ്പനങ്ങാടിയിലാണ്. ആദ്യത്തെ ദിവസം തന്നെ 40 കിലോമീറ്റർ യാത്ര ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് ഇന്ന് കൊയിലാണ്ടിയാണ് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ അറിവ്. ഏതായാലും 20 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് നടന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. ഷിഹാബിനെ പോലെ തന്നെ യാത്ര ചെയ്തിരിക്കുകയാണ്. നടന്നുകൊണ്ട് ഹജ്ജിന് 2025 യാത്രയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 2 ദിവസമായി അദ്ദേഹം നടത്തം തുടങ്ങി. ഇനി അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിനോട് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരോട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യ മൊത്തം ഞാൻ നടക്കും. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം ഒമാനിലേക്ക് പോകും. പിന്നെ ഒമാനിൽ നിന്ന് നടത്തം സൗദി അറേബ്യയിലേക്ക്, മക്കയിലേക്ക് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടന്നു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം. നല്ല റാഹത്തായി അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാലിഹായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആമീന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.